മസ്ജിദുൽ ഹറം കഅബ ഷരീഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ കഅബാത്ത് ഞങ്ങളെല്ലാവരും 5 വഖത്ത് നിസ്കരിക്കുമ്പോൾ മുഖയിട്ടിട്ട് തിരിഞ്ഞിട്ട് നിസ്കരിക്കട. ആ ഖിബലാത്ത് കഅബാത്ത് മുഖയിട്ടിട്ട് 5 വഖത്ത് കഡായമായി ഞങ്ങൾ നിസ്കരിക്കട. തൻ്റെ ഉമ്മമാരെ ഖിബല തപ്പിപ്പോയെങ്കിൽ ഞങ്ങളുടെ നിസ്കാര ശരിയാവില്ല. നിസ്കാരത്തോ നിബന്ധനയിൽപ്പെട്ട ഷർത്തിൽപ്പെട്ട ഒന്നായിട്ട് ഖിബലാക്ക് മുന്നിട്ട് നിസ്കരിക്കണു. ആ പരിശുദ്ധമായ കഅബ ഷരീഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്ത് വന്നപ്പോ അള്ളാഹുടെ കൽപ്പനയായിട്ട് ആ യഹൂദി ആളുമാറുള്ളങ്ങത്തോ അങ്ങളെ കവറാക്കുവായിട്ട് അങ്ങളെ ഇസ്ലാമുക്ക് പ്രേരണ ഉണ്ടാക്കുവായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ടുകും പരിശുദ്ധമായ ഇസ്ലാം ദീനൊട്ടുകും ആ സ്നേഹ കിട്ടുകയായിട്ട് ബിർസ കിട്ടുകയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട് കൽപ്പിച്ചോ, ഓ നബിയെ നിങ്ങളുടെ ബൈത്തുൽ മുഖദ്ദസ് തിരിഞ്ഞിട്ട് നിങ്ങൾ നിസ്കരിക്കണമെന്ന് ആലോചന കറു, ഗമന കൊടുക്കറു. ഉമ്മമാരെ, ഇതാ നബിയെ നിങ്ങതാ ഹറം ഷരീഫ്ക്ക് തിരിയാണ്ട് കഅബത്ത്ക്ക് തിരിയാണ്ട് നിങ്ങൾ ഇപ്പ ആ മദീനത്ത് പോയിട്ട് അവിടെ മസ്ജിദുൽ അഖ്സ ചെള്ള പള്ളിക്ക് ഫലസ്തീനിലുള്ള പള്ളിയായിട്ട് ദുനിയാവിലുള്ള 3ാമത്തെ സ്ഥാനത്തുള്ളൊരു പള്ളിയായിട്ട് ബൈത്തുൽ മുഖദ്ദസ്. ആ ബൈത്തുൽ മുഖദ്ദസ് മുന്നിലിട്ടിട്ട് നിങ്ങൾ നിസ്കരിക്കുന്നു നബിയെ. ആ ഒരു കൽപ്പന വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ ബൈത്തുൽ മുഖദ്ദസ് മുന്നിലിട്ടിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കട്. സുബ്ഹാനല്ലാഹ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലുണ്ട് നക്കതാ കഅബാത്ത് തിരിഞ്ഞിട്ടേ നിസ്കരിക്കണു ചെല്ലങ്ങത്തൊരു ഹംബല, ഒരു കൊസി, ഒരു സന്തോള മനസ്സിലിങ്ങണിക്കിട്. അതേ കഅബാത്ത് തിരിയാണ്ട് ബൈത്തുൽ മുഖദ്ദസ് തിരിഞ്ഞിട്ട് നിസ്കരിച്ചുകൊണ്ടുള്ളല്ലേ ചെല്ലങ്ങത്തോ ഒരു ദുഃഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലുണ്ട്. മുഅ്മിനീങ്ങളെ, നിങ്ങൾ നോക്കൊരു അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര ഗൗരവ കൊടുത്തുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര ബഹുമാനിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തൊരു ചിന്തിക്കട, എന്തൊരു ആലോചിക്കട. അത് മാത്രം അല്ലാഹു തൃപ്തിപ്പെട്ട ചെള്ളയ്ക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണം മുഅ്മിനീങ്ങളെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങളെല്ലാം കേട്ടിക്കുവർ. മക്കത്ത് മദീനത്ത് പോയ ആളുമാർ അവിടെ നോക്കിയിട്ടിക്കുവർ. മസ്ജിദുൽ ഖിബ്ലത്തൈനി ചെന്ന പള്ളിയുണ്ട്, മസ്ജിദുൽ ഖിബ്ലത്തൈനി ചെള്ള പള്ളിയുണ്ട്. 2 ഖിബ്ലത്തോ പള്ളി ചെള്ള പേര്. ഹജ്ജി പോയ കൊന്തിക്കു, ഉംറ പോയ കൊന്തിക്കു, മക്കത്തത മദീനത്തത ഡ്യൂട്ടി ആക്കിയ ആളുമാർ കൊന്തിക്കു. 2 ഖിബ്ലത്തോ പള്ളി ചെള്ള പേരുള്ളൊരു പള്ളി. എന്തോ അത് കൊണ്ടുണ്ടാമോ മിനിങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പൂണാറോ പൂണേലോ തിങ്ങള് ബൈത്തുൽ മുഖദ്ദസ് മുന്നിലിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഭാരി ബേജാറ് മനസ്സിലുണ്ട്. അങ്ങനെ ഈ മസ്ജിദുൽ ഖിബ്ലത്തൈനി ചെള്ള പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കണം തറ ടൈമൊരു അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി ഇറക്കിട. എന്തൊരു വഹി കൊണ്ടുണ്ടാ മുഅ്മിനീങ്ങളെ. ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസുമാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റാ. ഈ പരിശുദ്ധമായ അൽ ബഖറ സൂറത്തിൽ 144 ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആയത്ത് ഇറക്കടാ മുഅ്മിനീങ്ങളെ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നുകൊണ്ടുള്ള ഓ പ്രവാചകരെ, ഓ അല്ലാഹു റസൂലേ, ഇതാ നിങ്ങളെ മനസ്സിലുള്ള അങ്ങനത്തെ വിഷയ, അതാ നിങ്ങളെ മനസ്സ്, നിങ്ങളെ കൽബ് അതാ മേൽഭാഗത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടുണ്ട്. എന്ത് കൊണ്ടുണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പ കഅബ ഷരീഫിടെ കിബിലാക്കിട 2ാമത്തെ ഓർഡർ എപ്പ തണ്ടാ ചെന്നിട്ട് അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പ ഓർഡർ പണ്ട് ചെന്നിട്ട്
തങ്ങളെ മനസ്സ് തിരിഞ്ഞോണ്ടുള്ളത് എന്നൊക്കെതാ കണ്ടോണ്ടുള്ളേ. ഓ പ്രവാചകരെ, ഫലനുവല്ലിയന്ന ഖിബ്ലതൻ തർലാഹാ, നബിയെ തങ്ങ എന്തൊരു ഇഷ്ടമുണ്ടാ, തങ്ങളെ മനസ്സിലുള്ള ഏത് കിബിലാവനുണ്ട് ആഗ്രഹമുണ്ടാ, അതേ ഭാഗത്ത് നബിയെ തങ്ങൾ തിരിയരൂ ചെല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃപ്തിയിലെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മനസ്സിലുള്ള സന്തോഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കിയിട്ട് ആ നബി തങ്ങൾ എന്ത് ആഗ്രഹിക്കടാ, നബി തങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ട അതിനുമേ നിങ്ങൾ ആ കുറവ് ചെന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പന ഇറക്കടാ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ. ആ ഒരു ആയത്ത് ഇറങ്ങിയ തിങ്കളായിട്ട് ഈ ശഅബാൻ തിങ്കള്. അതുകൊണ്ട് ഈ ശഅബാൻ തിങ്ങൾക്ക് ധാരാളം മഹത്വമുണ്ട്. നാ ചെമ്മെന്നു ചെല്ലുക പോണില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തിങ്ങളുടെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇബാദത്തിലേക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ ശഅബാൻ തിങ്ങൾ വന്നിട്ട് ഞങ്ങളെ മുന്നിൽ വന്നുള്ളത് ഞങ്ങൾ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. എത്ര ടൈമായിട്ട് മുഅ്മിനീങ്ങളെ ദുആർന്നുണ്ടു. റജബ് നിങ്ങൾ ഒന്നാമത് നിങ്ങൾ സ്റ്റാർട്ടാക്കില്ല. നബി തങ്ങൾ നിങ്ങൾ പഠിപ്പാടി ദുആർന്നുണ്ടുള്ള ശഅബാൻ തിങ്ങൾ വന്നിട്ടതാ ഇങ്ങനെ കടന്നുകൊണ്ട് പോയോണ്ടുണ്ട്. റമളാൻ തിങ്ങൾ ബന്ദ് മുഅ്മിനീങ്ങളെ ഇത്രയും ദുആർന്നിട്ടാകുമ്പോ ഞങ്ങൾക്ക് കിട്ടോ പോണ്ട ഭാഗ്യം തര്. ആരും ഒരു ഉമ്മമാരും ഈ കിട്ടോ ചാൻസ് നഷ്ടപ്പെടുത്തുക തീരാം. ഉസ്താദ് ഇപ്പൊ ചെന്നില്ലേ ധാരാളം ഖുർആൻ ഓതണു. ഒരു ആണിങ്ങും ഒരു പെണ്ണിങ്ങും ഒരു നാള് കനിഷ്ഠ ഒരു പേജായങ്ങൾ ഖുർആൻ ഓതാണ്ടിക്കൂ തീരാ ചെന്ത്. രണ്ട് ഉമ്മമാരെ എത്ര ടൈം നിങ്ങൾ മൊബൈലിൽ എടുത്തോണ്ടുള്ള വാട്സപ്പ് ചാറ്റിംഗ് ആക്കിക്കൊണ്ടിക്കട. എല്ലാ ടൈമും 24 ഗಂಟೆല് വറങ്ങ ടൈം ബാരി കൊറടിയായിട്ടിക്കട്, ബാക്കി സ്വരാങ്ങളുടെ ടൈം ബാരി കൊറടിയായിട്ടിക്കട്. പക്ഷേ മൊബൈൽ പിടിച്ചിട്ട് മൊബൈലിക്ക് അഡിക്റ്റായ ആളുമാരല്ലേ ഇന്ന് ഞങ്ങളുടെ മുന്നിലുള്ളൂ. എത്ര ടൈം ഇതൊക്കെ വേസ്റ്റായൊക്കെ കൊണ്ടുള്ള ആ പരിശുദ്ധമായ റമളാൻ തിങ്കൾ വന്നു പോയെങ്കിൽ രണ്ട് ഉമ്മമാർ സഹോദരന്മാർ ഒന്ന് ചാലഞ്ചാക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക. നാണ് അത്യഗത്യമുണ്ടെങ്കിൽ മാത്രമേ നാണിതാ മൊബൈൽ യൂസ് ആക്കിട, വാട്സപ്പ് യൂസ് ആക്കിട. അല്ലാത്ത ടൈമിലു നാണിതാ പരിശുദ്ധമായ ഖുർആൻ ഓതുര ചെല്ലങ്ങത്ത് ഒരു തീരുമാനം എടുക്കുക. മുഅ്മിനീങ്ങളെ, ഖുർആൻ ഇറങ്ങിയോ തിങ്കളല്ലേ ശഅബാൻ തിങ്കൾ, റമളാൻ തിങ്കൾ. ഖുർആന്റെ വാർഷികല്ലേ റമളാൻ തിങ്കൾ. ആ റമളാൻ തിങ്കൾ വന്നിട്ട് റമളാൻ തിങ്കൾ സലാം ചെല്ലിട്ട് പോണ്ടേക്കുമെന്നൊരു ഞങ്ങളൊരു കനിഷ്ഠ ഒരു ഖതമെങ്കിലും പൂർത്തിയാക്കണ്ടേ ഉമ്മ, ഒരു ഖതമെങ്കിലും പൂർത്തിയാക്കണ്ടേ പെങ്ങളെ. അതൊക്കെയായിട്ട് തീരുമാനം എടുക്കൊരു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ റമളാൻ തിങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ഖുർആൻ ഇറക്കിയ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഈ ഒന്നിനെ പിടിച്ചിട്ട് 5 ആയത്ത് പരിശുദ്ധമായ റമളാൻ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല ഗാർ ഹിറാ ചൊല്ലു ആ ഗുഹയുടെ ഉൾഗത്ത് ഇറങ്ങിത്ത് മുഅ്മിനീങ്ങളെ. വലിയൊരു സംഭവമായിട്ടത് നാ ചെല്ലോ ആഗ്രഹിക്കില്ല, സൂചന മാത്രം ആക്കിക്കൊണ്ടുള്ള ഒരു 5 മിനിറ്റിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ ഈ പലകനാ നിപ്പാട്ടെ ഞങ്ങൾ ചെറിയൊരു ദുവ അറിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഈ മജ്ലിസ് പിരിയുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ആയത്ത് ഇറങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 നാള് ആ ഗാർ ഹിറാ ചെള്ള ഗുഹയിൽ ഒബ്ബണ്ടിയായിട്ട് ഏകാന്തനായിട്ട് ഇബാദത്ത് എടുത്തുകൊണ്ടിരുന്നത് മുഅ്മിനീങ്ങളെ. ആ സമയത്തിലായിട്ട് ഈ ഇഖ്റ ചെള്ള സൂറത്തിലോ ആദ്യത്തെ 5 ആയത്തിന് ഇറങ്ങിയോ. ആ ഇറങ്ങിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വലിയൊരു പേടിയല്ലായിട്ട് പണി വന്നൊരു ഭയങ്കരമായ പേടിയായിട്ട് ആ പേടിച്ചിട്ട് പണിങ്ങനെ പിടിച്ചിട്ട് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബീവി ഖദീജ ഉമ്മ റളിയല്ലാഹു തആല അൻഹാ രണ്ട് ഉമ്മമാർ ആലോചനക്കറു, സഹോദരിമാർ പെങ്ങമാർ ചിന്തിക്കറു. ഞങ്ങൾ ദ്വാരത്തുണ്ടിക്കിട ഖദീജ ബീവി കടന്ന സ്വർഗത്തിൽ കടക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിഞ്ഞിമാരിൽപ്പെട്ട ഉമ്മഹാത്തുൽ മുഅ്മിനീൻ കടന്ന സ്വർഗത്തിൽ കടക്കണു. പക്ഷേ ആ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളോ ആ ഒരു ചെറിയൊരു സ്വഭാവ അല്ലെ ചെറിയൊരു അങ്ങളോ നടപടി അല്ലെ അങ്ങളോ ആ ഒരു
ഞങ്ങൾ ആ ക്രമങ്ങ ഞങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ആക്കിക്കൊണ്ടുള്ളമാ ഇല്ലേ എന്ന് ചിന്തിക്കൊരു ഉമ്മമാരെ നിഞ്ഞി കൈവച്ചിട്ട് ആലോചന കുറേ വിഷയമായിട്ടിക്കട് ഖദീജ ഉമ്മർ റളിയല്ലാഹു തആല അൻഹാരമിട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പേടിച്ചിട്ട് ബറന്നിട്ട് പണി ഇങ്ങനെ പിടിച്ചു വരുമ്പോഴത്തേക്കു സമ്മിലൂനി ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരി ചൊല്ല പരിശുദ്ധമായ ഹദീസ് ഗ്രന്ഥത്തിൽ 1ാമത്തെ സ്റ്റാൻഡേർഡിലുള്ള പരിശുദ്ധമായ ഖുർആൻ കഴിഞ്ഞെങ്കിൽ രണ്ടാമതുള്ള അങ്ങനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കിതാബായ ഗ്രന്ഥമായിട്ട് ഹദീസിലെ കിതാബ് സ്വഹീഹുൽ ബുഖാരി. അതിന്റെ തുടക്കത്തിൽ കിതാബ് ബദയിൽ വഹീ ചെല്ല ടൈറ്റിൽ ഇട്ട് ഹെഡിങ് ഇട്ടിട്ട് ആ ഹെഡിങ്ങിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്നു ഈ ഒരു സംഭവത്തെ ഇമാം ബുഖാരി റളിയല്ലാഹു റിപ്പോർട്ടാക്കിട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പുൽപ്പിട്ടോണ്ട് പേടിച്ചിട്ട് പണി പിടിച്ചിട്ട് ബറന്നിട്ട് പണ്ട് സമ്മിലൂനി നക്കതാ നിങ്ങൊരു പുതപ്പിട്ട് തരൂ, ഒള്ളിയൊന്നു ബ്ലാങ്കറ്റ് ഒന്ന് പേപ്പായിട്ട് തരൂ ചെന്നിട്ട് പറമ്പത്തു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഫസമ്മലൂഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തആഗു അതാ ബെഡ്ഷീറ്റ് ഇട്ട് ആ ചലി തടയുകയായിട്ട് വ്യവസ്ഥാക്കിട്. എന്നിട്ടോ മുഅ്മിനീങ്ങളെ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ സംഭവ കേക്കിട്. എന്ത് റൈത്ത് നബിയെ നിങ്ങൾക്ക് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ല് നടന്ന സംഭവമല്ല ചെല്ല് ജിബ്രീൽ അലൈഹിസ്സലാം വന്നെ കൂട്ടി പിടിച്ചതും അതാ നല്ലൊരു പിടിപിടിച്ചതും ഓതോ ചെന്നതും ഓതി തന്നതും എല്ലാ സംഭവം വിവരിക്കിട്. മുഅ്മിനീങ്ങളെ ഉമ്മമാർ ആലോചനാക്കറു ഞങ്ങൾ ഔത്ര ആണിങ്ങ ദാ സുബൈക്കെഞ്ചിട്ട് മൈഷത്തിന് മാർഗമായിട്ട് ജീവിത മാർഗത്തുകായിട്ട് ദാ നയിക്കോ പോണ്ടറ് സമ്പാദിക്കോ പോണ്ടറ് കുറെ ടെൻഷനിലായിട്ട് മോന്തിയങ്ങ പണ്ടോ ചിലപ്പോ ബാണ്യത്തിലോ കച്ചവടത്തോ നഷ്ടമായിട്ടിക്കൂ, അതല്ലെങ്കിൽ വേറെ പ്രോബ്ലമായിട്ടിക്കൂ. ഏതിന് എല്ലാം സഹിച്ചിട്ട് മോന്തിയാകുമ്പോ ആ ആണിങ്ങ ഔത്തുകു പണ്ടറ് ഉമ്മമാരെ ആ ഞങ്ങളെ മാപ്പിളമാറ് ഔത്തുകു പറയുമ്പൊത്തുകു അങ്ങോട്ട് നിങ്ങൾ ദച്ചിട്ട് ചെറിയൊരു വിഷയെങ്കിലും സുഖകഷ്ട ആക്കിടതും പറമ്പുത്തോളെ കൈപിടിച്ചിട്ട് ഉൾകപിൽച്ച പണ്ടതും അങ്കതാ മുഖകൾക്കോ കൈകളോ തന്നി കൊടുക്കുന്നതും കുടിക്കോ ശർബത്താക്കി കൊടുക്കുന്നതും ഇതെല്ലാം ഒരു സ്വാലിഹത്തായ ഒരു പെൺ ലക്ഷണമായിട്ടിക്കിട്. ഇണ്ടതാ ഇതെല്ലാം കാണുകില്ല മാപ്പന്മാർ വന്നെങ്കിലും പെഞ്ഞിമാർ ചിലപ്പോൾ ടി വിയുടെ മുന്നിലായിട്ടിക്കൂ. അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയ ജനറേഷനായിട്ട് മൊബൈലിലായിട്ട് പെഞ്ഞിമാറുള്ളോ മാപ്പിള ബന്ത് ഇത്രമാ താകായിട്ട് കഷ്ടായിട്ട് ഭാരി ബേജാറായിട്ടിക്കു പണ്ടോ ഭാരി ടെൻഷനിലായിട്ടിക്കു പണ്ടോ. പക്ഷേ വന്നപ്പ ഒരു പെഞ്ഞയായ ഒരു പെണ്ണ് അവളതാ മൊബൈൽ പിടിച്ചിട്ട് ചാട്ടിങ് ആയിട്ടിക്കുവർ അല്ലെങ്കിൽ മൊബൈലിൽ ആ ഷോർട്സ് നോക്കിയിട്ടിരിക്കാറ്. സുബ്ഹാനല്ലാഹ് മുഅ്മിനീങ്ങളെ ഖദീജ ഉമ്മർ റളിയല്ലാഹു തആല അൻഹയുടെ മാർഗത്തിൽ ആ ഖദീജ ബീവി റളിയല്ലാഹു തആല കടന്നു സ്വർഗത്ത് നാണും നിങ്ങും പോണാ നന്റെ ഉമ്മമാർ പെങ്ങമാർ പോണാ നീ ദാ തെല്ല് പഠിക്കൊരു ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമാധാനാകടോ പടക്കുന്നോക്കൊരു മുഅ്മിനീങ്ങളെ ഇത്ര ബേജാറില് ഇത്ര പണി പിടിച്ചിട്ട് ഇങ്ങനെ ബറുമത്തുകു ഖദീജ ഉമ്മ ജല്ല് യാ റസൂലല്ലാഹ് നിങ്ങൾ സന്തോഷിക്കൊരു കല്ല വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിടെ തന്നെയാണ് സത്യം. ഒരിക്കും നബിയെ നിങ്ങളെ അല്ലാഹു നിസ്സാരപ്പെടുത്തില്ല, ഇൻസൾട്ട് ആക്കില്ല, ബേജാറാക്കില്ല. എന്തോ ഇന്നക ലതസിലുർ റഹ്മ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവായിബിൽ ഹഖ് വതുഖ്രിയുൽ ലൈഫ്. ഇതൊരു 5 വിഷയത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിട്ടു ഖദീജ ഉമ്മർ റളിയല്ലാഹു തആല അൻഹ ചെല്ല് നബിയെ നിങ്ങൾ കുടുംബ ബന്ധത്തെ പുലർത്തുന്ന ആളായിട്ടിക്കിട്, നല്ല കുടുംബത്തോട്ട് കോണ്ടാക്ട് ഉള്ള ആളായിട്ടിക്കിട്. ഇതിൻ്റെ അതെല്ലാം ഇല്ലാണ്ട് വലിയ വിശദീകരിക്കുന്ന ഒരു വിഷയമായിട്ടിക്കിട്. ഈ ഒരു 5 പോയിന്റ് ഞങ്ങൾ ചെല്ലെങ്കിൽ കനിഷ്ഠ ചുരുങ്ങിയിട്ടും ഒരു 5-4 വേനോടും ഒന്ന് കുടുംബ ബന്ധത്തെ പുലർത്തുന്ന നബിയെ. രണ്ടാമത് പാവത്ത ആളുമാർക്ക് അതാ ഹെൽപ്പാക്കിട ആൾ നബിയെ, എന്തു ഇല്ലാത്ത കൊടുക്കുന്ന ആൾ നബി തങ്ങളായിട്ടിക്കിട്. അതേ ബിർന്തര സൽക്കരിക്കുന്ന ആളായിട്ടിക്കിട്. ഇങ്ങനത്തെ എല്ലാം ഒരു 5 പ്രധാനപ്പെട്ട സ്വഭാവമുള്ളോ തങ്ങളെ അള്ളാഹു ഒരുക്കും നിസ്സാരപ്പെടുത്തല ചെന്നിട്ട് ഉമ്മമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
എത്ര മനസ്സിൽ ബേജാറെന്നെങ്കിലും ആ പനി പിടിച്ചിരുന്നെങ്കിലും സമാധാനം പലക്കുന്നൊരു ഉമ്മ. അതുകൊണ്ട് തന്നെ പെങ്ങന്മാരിട്ട് ചെല്ലുള്ളത് നല്ല മാപ്പിളമാരെ പൊരുത്തത്തിലായിട്ട് മാപ്പിളമാരെ ഹിദ്മത്ത് എടുത്തിട്ട് അങ്ങുതാ നല്ല അച്ചടക്കത്തോട് ജീവിച്ചിട്ട് മരിക്കുമ്പോൾ ഏതൊരു പെണ്ണും ഇമ്രാത്തിൻ മാതത്ത് വസൗജുഹാ അൻഹാ റാളിൻ, ഏതൊരു പെണ്ണും മരിക്കുമ്പോൾ മാപ്പുള്ള പൊരുത്തത്തിൽ മരിച്ചുവെങ്കിൽ ദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗത്തിലായിട്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി